അങ്ങനെ ക്രിസ്മസ് ആയിട്ട് നമ്മളിന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഗ്യാസിലൊന്നും വെച്ചിട്ടല്ല, പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് ദാണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കറി ഞാനങ്ങ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ? ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്യാൻ നമ്മളുടെ ദിവാകരൻ ജിൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി നല്ല പവറിൽ കയറി വരുന്ന സമയത്ത് അവിടെ കൊണ്ട് അടുപ്പ് കൂട്ടാൻ പുള്ളി പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ പൊട്ടത്തരത്തിനാണല്ലോ ആ നട്ടപ്പുറ വെയിലത്ത് പോയി അടുപ്പ് കൂട്ടിയത്. ഇടയ്ക്ക് അമ്മ അകത്തുകൊണ്ട് കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ എന്തായാലും പുറത്ത് വെച്ച് ചെയ്യാൻ പ്ലാൻ ഇട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ മുന്നോട്ട് പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കറിയുടെ മസാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അമ്മ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇളക്കി മിക്സ് ആക്കി നമ്മളുടെ കറി ഒരു 90% സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ മുട്ട കിട്ടിയെന്ന് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ മിക്സ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദിവാകർജി അതികഠിനമായി വെയിലടിച്ച് നമ്മളെ കരിപ്പിച്ച് കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി റൈസ് സെറ്റ് ചെയ്ത് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ വെയിലത്ത് തന്നെ റൈസ് വെക്കണം, അകത്തിട്ട് വെക്കണോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു. എന്തായാലും ഇത്രയും കരിഞ്ഞില്ല, അപ്പോൾ മൊത്തത്തിൽ കരിഞ്ഞങ്ങ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ റൈസിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഗീ റൈസ് വേണോ അതോ നമ്മളുടെ റൈസും കറിയും കൂടി സെപ്പറേറ്റ് ചെയ്യില്ലേ, നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പോലെ അതുപോലെ സെറ്റ് ചെയ്യണോ അതോ ദം ബിരിയാണി വേണോ, ഇങ്ങനെ പല പല സംശയങ്ങളായിരുന്നു കേട്ടോ. ലാസ്റ്റ് ദം ബിരിയാണി ഞാൻ ചെയ്തെടുക്കാമെന്ന് ഫൈനൽ ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതായ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ദം ബിരിയാണി അങ്ങോട്ട് സെറ്റ് ആക്കിയതോടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങോട്ട് കൊഴിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നേരം വരെ ടാറ്റാ ബൈ ബൈ. ഇല്ല ആദ്യം പറയേണ്ടതാ ഇപ്പോൾ പറയാട്ടോ, മേരി ക്രിസ്മസ് മൈ യൂട്യൂബ് ഫാമിലി.